അധ്യാപകനായിരിക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളേവരും. കൺഫ്യൂഷ്യസിൻ്റെയും സോക്രട്ടീസിൻ്റെയും ശ്രീബുദ്ധൻ്റെയും യേശുക്രിസ്തുവിൻ്റെയൊക്കെ പാത പിന്തുടരുന്നേക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല. പണ്ടൊരു പ്രിൻസിപ്പലിനോട് തൻ്റെ മകനെ ആരാക്കാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ടീച്ചർ ആക്കണം എന്നാണ്. എന്നാൽ ചുറ്റും കൂടിയെന്ന് പലരും പറഞ്ഞത് മകനെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, വക്കീലാക്കണം, പോലീസ് ഓഫീസർ ആക്കണം എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകനെ ഒരു ടീച്ചർ ആക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു ഡോക്ടർക്ക് ശമ്പളം കൂടുന്നത് രാജ്യത്ത് രോഗങ്ങളും കൂടുമ്പോഴാണ്. ഒരു പോലീസ് ഓഫീസർക്കും വക്കീലിനും ശമ്പളം കൂടുന്നത് കുറ്റങ്ങളും കുറ്റവാളികളും രാജ്യത്ത് കൂടുമ്പോഴാണ്. എന്നാൽ ഒരു ടീച്ചറിന് ശമ്പളം കൂടുന്നത് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒരു രാജ്യം അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോഴാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. ഞാനിവിടെ പറഞ്ഞതിൻ്റെ കാരണം, നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന LP-UP പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂലൈ 6, ജൂലൈ 20 ദിവസങ്ങളിലായി പരീക്ഷ നടക്കും. മറ്റെല്ലാ വിഷയങ്ങളെ പോലെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിഷയമാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് 10 മാർക്കാണ്. നിങ്ങൾക്കറിയാം, ഇനി നമ്മുടെ മുമ്പിലുള്ളത് 60 ദിവസമാണ്. ഈ 60 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? എന്തൊക്കെ പഠിക്കണം? സിലബസ് അനുസരിച്ച് മുഴുവൻ കവർ ചെയ്യാനുള്ള സമയമുണ്ടോ? അതോ ഒരു സ്മാർട്ട് വർക്കിലൂടെ ഈ 10 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ നിരവധി സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ഒരു 5 മിനിറ്റ് നിങ്ങൾ കാണുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആവും. മാത്രമല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ഗംഭീരമായി ഒരു തുടക്കം, പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനും സാധിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷ് 10 മാർക്കാണ്. ഈ 10 മാർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി, പെഡഗോജി, ഇങ്ങനെ 3ആയിട്ടാണ് ഈ 10 മാർക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം റീഡിംഗ് കോംപ്രിഹെൻഷനെ കുറിച്ച് പറയാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് പരിശോധിച്ചാൽ 3 മാർക്കിനാണ് ചോദിക്കുന്നത്. 3 മാർക്ക്. ഈ 3 മാർക്കിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നമുക്കറിയാം, നിങ്ങൾക്ക് തരുന്ന പാസേജ് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് പാസേജ് ആവില്ല, അതുപോലെ തന്നെ ഒരു സിമ്പിൾ പാസേജും ആകില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ആവറേജ് പാസേജ് ആയിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കന്നഡ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയാൽ നമുക്കറിയാം നിലവാരമുണ്ട്, എന്നാൽ ഒരുപാട് കട്ടിയോ അല്ലാത്ത തരത്തിലുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 3 മാർക്ക് എങ്ങനെയാണ്? 2 ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. കുട്ടിക്കാലം മുതൽ നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ പരിചയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നും ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 2 തവണ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു ഗ്രാനിയെ കുറിച്ച് ഒരു പാസേജ് ചോദിച്ചു. ഈ പാസേജുകളെല്ലാം നമ്മൾ യൂട്യൂബിൽ ചെയ്തതാണ്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. അവിടെയെല്ലാം എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഉത്തരങ്ങളായിരുന്നു. ഇനി ആ ഭാഗത്ത് ചോദിക്കുന്ന വൊക്കാബുലറി എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സിനോണിമാണ്. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എന്നും പറഞ്ഞൊരു ചോദ്യം വരാം. ആന്റോണിം വരാം, ഫ്രേസൽ വെർബ് വരാം, അവിടെ തന്നെ വൺ വേർഡും വരാം. ഈ ഭാഗമായിരിക്കും റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയാണ്. വ്യക്തമായ സിലബസ് ഉണ്ട്. ആ സിലബസ് ഞാനൊന്ന് പറയാം. ഗ്രാമർ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആർട്ടിക്കിൾ, കോൺകോഡ്, ടെൻസ്, ഡിറ്റർമിനേഴ്സ്, ജെറണ്ട്, ഓക്സിലറി വെർബ്, ഫ്രേസൽ വെർബ്, ഇങ്ങനെ തുടങ്ങുന്ന മോഡൽ ഓക്സിലറി വെർബ്, ഇങ്ങനെ തുടങ്ങുന്ന വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 5 മാർക്കിന് മാത്രമാണ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ചോദിക്കുന്നത്. അതിനകത്തൊരു 3 മാർക്ക് ഗ്രാമർ ചോദിക്കുമെന്നിരിക്കട്ടെ. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനായിരിക്കും? നമുക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ടെൻസിനാണ്. എല്ലാ ചോദ്യങ്ങളിലും ഒരു ടെൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ടെൻസിനാണ്. പിന്നീട് ഏതാണ്? ആർട്ടിക്കിൾ എല്ലാത്തിലും ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഏതാണ്? നിങ്ങൾ ഒഴിവാക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വരാം, എ ആൻഡ് ദ വരാം, മൈ, ഹിസ്, ഹെർ, അവർ, അതൊക്കെ വരാം. നൗണിന് മുമ്പിൽ ഉപയോഗിക്കുന്ന, നൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിറ്റർമിനർ. ഈ ഡിറ്റർമിനർ ക്ലാസ് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണം, പഠിക്കണം, പരിശീലിക്കണം. അതുകൂടാതെ ഡിറ്റർമിനോടൊപ്പം ചോദിച്ചതാണ് പ്രീ ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഡിറ്റർമിനറിന് മുമ്പ് ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രീ ഡിറ്റർമിനർ. അതും കൂടെ പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ സ്ഥിരമായിട്ട് ചോദിച്ചില്ലെങ്കിലും പിന്നെ ചോദിച്ച ഗ്രാമർ ഏതൊക്കെയാണെന്ന് പറയാം. ജെറണ്ട് ചോദിച്ചിട്ടുണ്ട്, മോഡൽ ഓക്സിലറി വെർബ് ചോദിച്ചിട്ടുണ്ട്,
അതുപോലെ തന്നെ ഈ ഓക്സിലറി വെർബിന്റെ ഉപയോഗം അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ടെൻസ് വേണം, ആർട്ടിക്കിൾ വേണം, ഡിറ്റർമിനർ വേണം, ജെറണ്ട് വേണം, ഓക്സിലറി വെർബ് വേണം. ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വൊക്കാബുലറിയിലോട്ട് വരാം. പ്രത്യേകിച്ച് ഇന്ന ടോപ്പിക് എന്ന് പറയുന്നില്ല. വൊക്കാബുലറി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്ക് ഫ്രേസൽ വെർബാണ്. അത് ഗ്രാമറിനകത്താണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട വൊക്കാബുലറി ഫ്രേസൽ വെർബ്. ഒരു 300 ഫ്രേസൽ വെർബ് കാണാതെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ചോദിച്ചതെല്ലാം പറയാം. കഴിഞ്ഞ തവണ ചോദിച്ച ഒന്ന് ബേൺ ഔട്ട്. ബേൺ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. എക്സോഷൻ, ക്ഷീണം എന്നാണ് അർത്ഥം. പിന്നെ ചോദിച്ചു വരണം ഗെറ്റ് അക്രോസ്. ഗെറ്റ് അക്രോസ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ആണ്. നമുക്കറിയാം പുട്ട് അക്രോസും കമ്മ്യൂണിക്കേറ്റ് ആണ്. ടെൻസ് ചോദ്യം ചോദിച്ചത് പറയാം. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചു. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 വന്നാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പം നമ്മൾ പഠിക്കേണ്ടത് എല്ലാ ടെൻസിന്റെ പേര് പഠിക്കണം, ഫോം പഠിക്കണം, യൂസ് പഠിക്കണം, അത് എങ്ങനെ ഉപയോഗിക്കുന്നു, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഗ്രാമറിലും വൊക്കാബുലറിയിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഏതൊക്കെ വൊക്കാബുലറിയാണ് ചോദിക്കുന്നത്? നമുക്കറിയാം 2 മാർക്കിനായിരിക്കും വൊക്കാബുലറി ചോദിക്കുന്നത്. ഒരെണ്ണം ഫ്രേസൽ വെർബ് ആണെങ്കിൽ ബാക്കി നമുക്ക് ഊഹിക്കാം. സിനോണിം, ആന്റോണിം, സ്പെല്ലിംഗ് ചെക്ക്, ഫോറിൻ ഫ്രേസസ്, വൺ വേർഡ്. ഇതിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. അടുത്ത ഭാഗം വരുന്നത് 2 മാർക്കിന് ചോദിക്കുന്ന പെഡഗോജിയാണ്. പെഡഗോജി വിഷയം ഞാനല്ല എടുക്കുന്നത്, നമ്മുടെ എൻട്രിയിൽ മീര മിസ് ആണ് എടുക്കുന്നത്. അതുപോലെ സൈക്കോളജി എടുക്കാനും നമുക്ക് അധ്യാപകരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പെഡഗോജി ഏത് ഭാഗമാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പെഡഗോജിയാണ് ചോദിക്കുന്നത്. അവിടെ ഏതാണ് ചോദിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക. ഒരു 200 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. എന്താണ് ചോദിക്കുന്നത്? ഇപ്പം UP LP ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള 200 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഈ 2 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അവിടെ LSRW, ലേണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കാം. ലാംഗ്വേജ് ടീച്ചിങ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചു ക്ലാസ്സുകളിൽ എന്താണ് അതിന്റെ പ്രാധാന്യം, ഇതിനെക്കുറിച്ച് ചോദിക്കാം. കോഡ് മിക്സിംഗ് എന്താണെന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ബൈലിംഗ്വൽ, അതിനെക്കുറിച്ച് 2 ഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഒരു 200 എണ്ണം പഠിച്ചു വെക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സമ്മപ്പ് ചെയ്യുന്നു. നമ്മൾ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർട്ടിക്കിൾ, ടെൻസ്, ഓക്സിലറി വെർബ്, ഡിറ്റർമിനർ, പ്രീ ഡിറ്റർമിനർ, ഇതിനാണ്. വൊക്കാബുലറിയിൽ ഫ്രേസൽ വെർബ്, ആന്റോണിം, സിനോണിം, വൺ വേർഡ്, ഫോറിൻ ഫ്രേസസ്, സ്പെല്ലിംഗ്, ഇവയ്ക്കാണ്. പെഡഗോജി ഒരു 200 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ടീച്ചർ ആൾറെഡി തന്നു കാണും. ഇനി കിട്ടാത്തവർ അത് സംഘടിപ്പിച്ച് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ഈ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അധ്യാപകനായിരിക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നിങ്ങൾ അധ്യാപക ഉദ്യോഗാർത്ഥികളാണ്, സാധാരണ ഉദ്യോഗാർത്ഥികളല്ല. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ ഇംഗ്ലീഷ് ഒരു തടസ്സമാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു കാര്യം കൂടെ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. കേരള PSCയിൽ ഞാൻ എടുത്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാണ് 41 ടിപ്സ് ക്ലാസ്സുകൾ അത്യാവശ്യമായിട്ട് കാണണം. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ലളിതം പബ്ലിക്കേഷൻ്റെ 3750, 4700 പ്രീവിയസ് ക്വസ്റ്റ്യനുള്ള ബുക്ക് വാങ്ങിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് അത്യാവശ്യമായിരിക്കും. ഒരു 2000 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ചെയ്ത് തീർത്താൽ നിങ്ങൾക്കത് ഗുണപ്രദമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി ടീച്ചിങ് ചാനലിലൂടെ 2 സൂപ്പർ 6 ചലഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത് ചെയ്തത് ലിങ്കേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിന് മുമ്പ് ചെയ്ത സൂപ്പർ 6 ചലഞ്ചും നിർബന്ധമായിട്ടും കാണുക. എല്ലാ ടിപ്സുകളും എടുത്ത് കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും ലേറ്റസ്റ്റ് വന്ന കന്നഡ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. അത് കണ്ടു തീർക്കുക. തീർച്ചയായിട്ടും അധ്യാപകനാകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിന് കാവലായി ഞങ്ങളുണ്ട്. എൻട്രി ആപ്പ് ഉണ്ട്. ഇനിയുള്ള 60 ദിവസം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇങ്ങനെയാണ് ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിന്റെ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.